ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ സ്പീക്കർ എൻ ഷംസീർ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനായ ശ്രീ പിണറായി വിജയൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, അതിനെ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ജന്മാവകാശം പൗരത്വത്തിൻ്റെ അവകാശവും സമ്മതിദാന അവകാശമാകുമ്പോൾ ജനാധിപത്യ ബോധവും കാഴ്ചപ്പാടുമുള്ള ഒരു ജനത എന്നത് ഉണ്ടാക്കിയെടുക്കേണ്ടത് തന്നെയാണ്. ജനാധിപത്യത്തിൽ ശരിക്കും വിധികർത്താക്കളാകാൻ പര്യാപ്തമായ ഒരു ജനതയെ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. സാർത്ഥകമായ ജനാധിപത്യത്തിൻ്റെ നിർമ്മിതിക്ക് ശരിയായ വായന അനിവാര്യമാണ്. ഇവിടെയാണ് ഇത്തരം പുസ്തകോത്സവങ്ങൾ ഏറ്റവും പ്രാധാന്യമായി നാം കണക്കാക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനിതിൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഈ 4ാമത് പുസ്തകോത്സവത്തിൻ്റെ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാനായ സ്പീക്കർ ശ്രീ എൻ ഷംസീറിനെ ഈ ചടങ്ങിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദരം ഏറ്റുവാങ്ങുന്ന ശ്രീ NS മാധവന് ഈ ചടങ്ങിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, 4ാമത് നിയമസഭാ പുരസ്കാര ജേതാവ് ശ്രീ NS മാധവൻ, ബുക്കർ പ്രൈസ് വിന്നർ ശ്രീമതി ബാനു മുഷ്താഖ്, കോമൺവെൽത്ത് പാർലമെൻ്ററി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ക്രിസ്റ്റഫർ കലീല, ടി പത്മനാഭൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ മന്ത്രിമാർ ഉൾപ്പെടുന്ന വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ 4th എഡിഷൻ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇന്ത്യയിലെ ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ, അതുപോലെ ലോകത്തുള്ള പല ലിറ്റററി ഫെസ്റ്റിവൽ, ഫ്രാങ്ക്ഫർട്ട് ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള ലോകത്തെ പല ഫെസ്റ്റിവലോടും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫെസ്റ്റിവലായി KLIBF മാറ്റും എന്നായിരുന്നു ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫെസ്റ്റിവലായി ഇത് മാറാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്ന അഭിമാനകരമായ കാര്യം ഞങ്ങൾ ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നു മുതൽ അടുത്ത ചൊവ്വാഴ്ച ഒരു 7 ദിവസമാണ് ഈ ഫെസ്റ്റിവലിലൂടെ സംഘടിപ്പിക്കപ്പെടുന്നത്. പുസ്തകങ്ങൾ വായന കുറയുന്നു എന്നൊക്കെ ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ബുക്സ് ആർ ദ കാരിയേഴ്സ് ഓഫ് സിവിലൈസേഷൻ. വിത്തൗട്ട് ബുക്സ് ഹിസ്റ്ററി ഈസ് സൈലന്റ്, ലിറ്ററേച്ചർ ഈസ് ഡംപ്, സയൻസ് ഈസ് ക്രിപ്പിൾഡ്. ഞങ്ങളിത് തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം യൂത്തിനിടയിൽ ഡ്രഗ്സ് അബ്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് റീഡിംഗ് ഈസ് എൻ അഡിക്ഷൻ, വായനയാണ് ലഹരി എന്ന സെൻട്രൽ സ്ലോഗൻ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ പുസ്തകോത്സവം ആരംഭിച്ചത്. ഞങ്ങളുടെ പുസ്തകോത്സവത്തിന് നല്ല പിന്തുണ എല്ലാ ഭാഗത്തും ലഭിച്ചു എന്ന് മാത്രമല്ല, സർക്കാർ നല്ല പിന്തുണ നൽകി, ഗവൺമെൻറ്, മുഖ്യമന്ത്രി നല്ല പിന്തുണ നൽകി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നല്ല പിന്തുണ നൽകി. എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ്റും പ്രതിപക്ഷവും നല്ലതുപോലെ ഞങ്ങൾക്കെല്ലാ പിന്തുണയും പിൻബലവും നൽകിയതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകോത്സവം ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകോത്സവമായി മാറിയത്. അതോടൊപ്പം ഈ പുസ്തകോത്സവത്തിൽ വെച്ച് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായി എത്തിയിട്ടുള്ളത് ബുക്കർ പ്രൈസ് വിന്നർ ബാനു മുഷ്താഖാണ്. അതുപോലെ കോമൺവെൽത്ത് പാർലമെൻറ്റിൻ്റെ പ്രസിഡന്റ് കൂടി ഈ ചടങ്ങിൽ സംബന്ധിക്കും എന്നുള്ളതാണ് ഈ ചടങ്ങിനെ ശ്രദ്ധേയമാക്കുന്നത്. സുദീർഘമായൊരു പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല, കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കന്മാർക്കുമെല്ലാം ഒരുപാട് തിരക്കുകളുണ്ട് എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ സുദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും മുതിരാതെ KLIBF 4th എഡിഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.